എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായി പഴുത്ത മധുരമുള്ള ഒരു മാങ്ങ എടുക്കാം. അതിനെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നന്നായി പഴുത്ത മധുരമുള്ള മാങ്ങ വേണം ഇതിനു വേണ്ടി എടുക്കാൻ. ഇപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണല്ലോ. വളരെ ഈസിയായി ഈ ഒരൊറ്റ മാങ്ങ കൊണ്ട് ഈ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. ഏത് ടൈപ്പിലുള്ള പഴുത്ത മാങ്ങ വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വളരെ ചെറിയ പീസസായി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. മാങ്ങയെല്ലാം ഇതേപോലെ നന്നായി പൂളിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമുക്കിതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് മതിയാവും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഐസ്ക്രീമാണല്ലോ മാംഗോ ഐസ്ക്രീം. ഇനി കട്ട് ചെയ്തെടുത്ത മാങ്ങയെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കസ്റ്റാർഡ് മിൽക്ക് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മാങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രത്തിലാണോ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഞാനിവിടെ ഈ സൈസ് പാത്രങ്ങളിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ക്ലിംഗ് ഫിലിം കൊണ്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ടോ നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഫില്ല് ചെയ്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 10 മണിക്കൂറോളം നമുക്ക് ഫ്രീസറിൽ സെറ്റാകാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതായത് 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പുകളെല്ലാം തുറന്നെടുക്കാം. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതെല്ലാം ഡിമോൾഡ് ചെയ്തെടുത്ത് നമുക്കിനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കടയിൽ നിന്നൊന്നും വാങ്ങാതെ കുട്ടികൾക്ക് ഈസിയായി വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.